ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. വിദ്യാഭ്യാസ മേഖലയിൽ സമുദായത്തോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് നീതിരഹിതമായ വിവേചനമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. പിന്നോട്ട് തള്ളൽ തുടർന്നാൽ മറ്റൊരു വിമോചന സമരത്തിനും തെരഞ്ഞെടുപ്പിൽ നിലപാട് പറയാനും മടിക്കില്ലെന്നും ആൻഡ്രൂസ് താഴത്ത്. ഹരിയാനയിലെ വോട്ട് കൃത്രിമവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി പറയണമെന്ന് MA ബേബി. വോട്ട് മോഷണത്തിനെതിരെ ബീഹാറിൽ ജനവിധിയുണ്ടാകുമെന്നും MA ബേബി. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനായി തിരച്ചിൽ ഊർജിതം. സംഭവത്തിൽ 3 തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്കിന് PT ഉഷ വാഗ്ദാനം ചെയ്ത തുക നഷ്ടപ്പെടുത്തിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കാൻ 2 കോടി മടക്കി നൽകണമെന്ന് സുരേഷ് ഗോപി. ഗുരുവായൂരിൽ ഗൃഹനാഥൻ ജീവനൊടുക്കിയ സംഭവം ആരോപണ വിധേയനായ കൗൺസിലറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട UDF അംഗങ്ങൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പെർമിറ്റ് ലംഘിച്ചും മോട്ടോർ വാഹന വകുപ്പിന്റെ താക്കീത് മറികടന്നും വെല്ലുവിളിക്കും വിധം തൃശൂരിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകളുടെ സർവീസ്. പരിശോധന കർശനമാക്കി RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിനെതിരായ നിലപാട് കടുപ്പിച്ച് കത്തോലിക്ക സഭ. വിദ്യാഭ്യാസ മേഖലയിൽ സമുദായത്തോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് നീതിരഹിതമായ വിവേചനമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. പിന്നോട്ട് തള്ളൽ തുടർന്നാൽ മറ്റൊരു വിമോചന സമരത്തിനും തെരഞ്ഞെടുപ്പിൽ നിലപാട് പറയാനും മടിക്കില്ലെന്നും മുന്നറിയിപ്പ്. സമുദായ ജാഗ്രതാ സദസ്സുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 2.5 വർഷം പിന്നിട്ടിട്ടും ഇത് പ്രസിദ്ധീകരിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. വളരെയേറെ ആലോചനകൾക്കും പഠനത്തിനും JB കോശി കമ്മീഷനെ വെച്ചു. ഇപ്പോൾ 28 മാസങ്ങൾ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. മന്ത്രിമാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. 28 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പഠനമൊന്നും ആയിട്ടില്ല. എന്നാൽ വേറെ പല കമ്മീഷനുകൾ ഇതുപോലെ ഉണ്ടായിരുന്നു. സമുദായങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ച് പഠിക്കാൻ ആ സമുദായങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ പെട്ടെന്ന് നടപ്പിലാക്കി. അധ്യാപകരുടെ നിയമന അംഗീകാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമുദായം നേരിടുന്നത് വലിയ വിവേചനമാണ്. ഇക്കാര്യത്തിൽ NSSന് അനുകൂലമായ നടപടിയെടുത്തതുപോലെ സമുദായത്തിന് വേണ്ടിയും സർക്കാർ തീരുമാനം കൈക്കൊള്ളണം. അല്ലാത്ത പക്ഷം സമരത്തിനും മടിക്കില്ല. സർക്കാർ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെ ചെയ്യാനാണ്. വിദ്യാഭ്യാസ മന്ത്രിയാണ് നേതൃത്വം എടുക്കേണ്ടത്. ആ മന്ത്രി അത് എടുത്തിട്ടില്ലെങ്കിൽ അത് അനീതിയും വിവേചനവുമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. വേണ്ടി വന്നാൽ ഇറങ്ങേണ്ടി വന്നേ ഇറങ്ങും. ഞങ്ങളെ അതിലേക്ക് തള്ളിവിടരുത് എന്നുള്ളൊരു അഭ്യർത്ഥന പറഞ്ഞുകൊണ്ടൊരു തെറ്റുമില്ല. ഇനി ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടി വരും. കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ നയങ്ങൾ കാലോചിതമായി മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച് ഏകീകരിക്കണം. കേന്ദ്ര തലത്തിൽ EWSന്റെ മാനദണ്ഡങ്ങളും കേരള തലത്തിലുള്ള മാനദണ്ഡങ്ങളും വ്യത്യസ്തമാണ്. അത് കാലോചിതമായി തിരുത്തി കേന്ദ്ര മാനദണ്ഡങ്ങളും സംസ്ഥാന മാനദണ്ഡങ്ങളും ഒരുപോലെയാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ക്രൈസ്തവ പുരോഹിതരും സന്യസ്തരും ആക്രമിക്കപ്പെടുന്നു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷനും പ്രവർത്തനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം സുവിശേഷം സ്വീകരിക്കണം, അത് ജീവിക്കണം, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ഞങ്ങൾ നിർബന്ധിത മതപരിവർത്തനത്തിന് ക്രൈസ്തവർ ശക്തമായി എതിരാണ്. ഈ ന്യൂനപക്ഷ കമ്മീഷനും വകുപ്പൊക്കെ എന്തിനാ പ്രവർത്തിക്കുന്നതെന്ന് തന്നെ ഞങ്ങൾക്കിപ്പോൾ സംശയമുണ്ടായിരുന്നു. തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഭേദമന്യേ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പിന്നോട്ടടി തുടർന്നാൽ വേണ്ടിവന്നാൽ നിലപാട് വ്യക്തമാക്കുമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത് കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ സമുദായത്തെ സഹായിക്കുന്നവരെയും തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇനിയും പറയാൻ തരത്തിലേ ഉള്ളൂ. ഇനിയും സമുദായം പിന്നോക്കം തള്ളപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ
വേണ്ടി വന്ന നിലപാടുകൾ പറയേണ്ടി വരും. വേറെ എന്നുള്ളത് ഇനി തടയാൻ നിന്നാൽ തടയേണ്ടി വരും. 2026 സമുദായ ശാക്തീകരണ വർഷമായി സീറോ മലബാർ സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഞായറാഴ്ച അതിരൂപതാ തലത്തിൽ തൃശൂരിൽ വെച്ച് സമുദായ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിക്കും. സെന്റ് തോമസ് കോളേജിൽ നടക്കുന്ന സദസ്സിൽ അതിരൂപതയിലെ 220 ഇടവകകളിൽ നിന്നുമുള്ള വിശ്വാസ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് രൂപതാ ഭാരവാഹികൾ അറിയിച്ചു. അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ, പാസ്റ്ററൽ കൗൺസിലർ സെക്രട്ടറി ജോഷി വടക്കൻ, ഏകോപന സമിതി സെക്രട്ടറി ഷിൻഡോ മാത്യു, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതാ പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, കേരള കാത്തലിക് ഫെഡറേഷൻ ട്രഷറർ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, അതിരൂപത PRO ജോർജ് ചിറമൽ എന്നിവരും പങ്കെടുത്തു. TCV തൃശൂർ. ബീഹാർ നിയമസഭാ ഇലക്ഷൻ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ SIR നടപ്പിലാക്കുന്നതെന്നും ഇത് സംശയാസ്പദമാണെന്നും CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി. പത്മശ്രീ കലാമണ്ഡലം ഗോപിയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു MA ബേബി. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ BJPക്കും അവിടുത്തെ മുന്നണിക്കും വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ പക്ഷാപാതപരമായി ഇടപെടുകയാണ്. ഹരിയാനയിലെ വോട്ട് കൃത്രിമവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി മറുപടി പറയണമെന്നും MA ബേബി പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. പതിവ് പോലെ ഒഴിഞ്ഞുമാറുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഓരോന്നിനും മറുപടി നൽകണം. അങ്ങനെയുള്ളൊരു മറുപടിയും എല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള നിരുത്തരവാദപരമായിട്ടൊരു പ്രതികരണമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബീഹാറിൽ വെച്ചും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഒരു മത്സരം നടക്കുമ്പോൾ ആ മത്സരം സ്വതന്ത്രവും നീതിപൂർവവുമായിട്ടാണ് മത്സരം നടക്കുന്നതെന്ന് ഉറപ്പാക്കാൻ റഫറി നിഷ്പക്ഷനായിരിക്കണം. റഫറി ഒരു ടീമിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നിഷ്പക്ഷതയും ഇല്ല. ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇലക്ഷൻ കമ്മീഷനെ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ തന്നെ ഭരണപക്ഷത്തിന്റെ ഉപകരണങ്ങളായിട്ട് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. അപ്പോൾ ബീഹാർ ഇലക്ഷൻ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നമല്ല. ഇന്ത്യയിൽ വളരെ വ്യാപകമായി ജനങ്ങളെ അണിനിരത്തി ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത കാസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പോരാട്ടം പ്രതിപക്ഷത്തിന് നടത്തേണ്ടതായിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കാം ഇന്ത്യ ബ്ലോക്ക് എന്നുള്ളത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് അവിടെയുള്ള സ്ത്രീകൾക്ക് സംരംഭകത്വം എന്ന പേരിൽ 10,000 രൂപ വീതം കൊടുത്തത് കൈക്കൂലി പോലെയാണ്. ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വോട്ട് മോഷണത്തിന് എതിരെയുള്ള വിധിയെഴുത്തായി ബീഹാറിലെ തിരഞ്ഞെടുപ്പ് മാറാനുള്ള സാധ്യതയുണ്ടെന്നും MA ബേബി പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ഭരണപക്ഷത്തിന്റെ ഉപകരണമായി പ്രവർത്തിച്ചു വരികയാണ്. ഇത് ഗുരുതരമായ പ്രശ്നമാണെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത കാത്തുസൂക്ഷിക്കാൻ വലിയൊരു പോരാട്ടം പ്രതിപക്ഷത്തിന് നടത്തേണ്ടതായിട്ടുണ്ടെന്നും MA ബേബി അഭിപ്രായപ്പെട്ടു. കലാമണ്ഡലം ഗോപി കലയുടെ ലോകത്തിന്റെ അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ അഭിനയ പ്രഭാവം അതിനെ ഏതെങ്കിലും നോബൽ സമ്മാനമോ ഓസ്കാറോ പോലുള്ള അവാർഡുകൾ കൊണ്ട് ആദരിക്കാവുന്നതിനും നിർണയിക്കാവുന്നതിനും അപ്പുറമാണെന്നും MA ബേബി പറഞ്ഞു. ഗോപിയാശാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ മാത്രമല്ല കലയുടെ ലോകത്തിന്റെ അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ അഭിനയ പ്രഭാവം അതിന് ഏതെങ്കിലും നോബൽ സമ്മാനമോ ഓസ്കാറോ അങ്ങനെയുള്ള എന്തെങ്കിലും അവാർഡുകൾ കൊണ്ട് ആദരിക്കാവുന്നതോ നിർണ്ണയിക്കാവുന്നതോ ഒന്നുമല്ല. മലയാളികൾക്കറിയാം. പിന്നെ കഥകളി എന്ത്, അദ്ദേഹം കഥകളിയുടെ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്ത് എന്നെല്ലാം അറിയുന്നവർക്ക് ഗോപിയാശാൻ എന്ന് പറഞ്ഞാൽ സാംസ്കാരിക ലോകത്തിന്റെ അവസാനമാണ്, ഔന്നത്യമാണ്, അഭിനയത്തിന്റെ ഹിമാലയമാണ് ഗോപിയാശാൻ. MA ബേബി കലാമണ്ഡലം ഗോപിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സേവിയർ ചിറ്റലപ്പള്ളി MLA എന്നിവരും MA ബേബിയോടൊപ്പം ഉണ്ടായിരുന്നു. TCV ന്യൂസ് തൃശൂർ. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകനായി തിരച്ചിൽ തുടരുന്നു. ഇയാൾ കേരളത്തിൽ നിന്ന് കടന്നതായാണ് പോലീസ് നിഗമനം. ഇയാൾ എത്താൻ സാധ്യതയുള്ള തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വിയൂർ പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തമിഴ്നാട് വിരുദനഗർ ജില്ലയിലെ ബന്തൽകുടി സ്റ്റേഷനിലെ SI നാഗരാജൻ ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. ബാലമുരുകനെ കണ്ടെത്താനുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. നിലവിൽ നവംബർ 3 രാത്രിയാണ് ഇയാൾ പോലീസിന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയത്. നേരത്തെ 2 തവണ തടവ് ചാടിയ ബാലമുരുകനെ കൊണ്ടുവന്നത് മതിയായ സുരക്ഷ ഒരുക്കാതെയാണ് എന്ന ആക്ഷേപവും വിമർശനവും ഉയരുന്നുണ്ട്. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം
ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപതാ മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയനാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നാ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്കിന് PT ഉഷ വാഗ്ദാനം ചെയ്ത തുക നഷ്ടപ്പെടുത്തിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. 19 കോടിയാണ് നഷ്ടപ്പെടുത്തിയത് എന്നും സുരേഷ് ഗോപി ആരോപിച്ചു. പിന്നീട് ഈ തുക കൊണ്ടാണ് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് ആക്കിയതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കോഫി ടൈം പരിപാടിയിലാണ് സുരേഷ് ഗോപിയുടെ ആരോപണം. സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിനായി സായിയുടെ ഫണ്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ സ്റ്റേഡിയത്തിന്റെ ഡിസൈൻ സായിക്കായിരിക്കും. ഇപ്പോൾ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിച്ചാണ് ഗ്രൗണ്ട് നവീകരിക്കുന്നത്. സായിയുടെ ഫണ്ട് വേണ്ട എങ്കിൽ ട്രാക്കും സ്വകാര്യ ഏജൻസികളെ കൊണ്ട് ചെയ്യിക്കാൻ തയ്യാറാകണം. എയിംസ് കേരളത്തിന് അനുവദിക്കുമെങ്കിൽ ആലപ്പുഴയിൽ വേണം. ഇത്തരം അടിതെറ്റിയ ജില്ല വേറെയില്ല. കേരളത്തിൽ എവിടെയായാലും എയിംസിന്റെ തറക്കല്ലിടാതെ വോട്ടഭ്യർത്ഥിച്ച് 2029 ജനങ്ങൾക്ക് മുൻപിൽ വരില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഗുരുവായൂരിൽ ഗൃഹനാഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ കൗൺസിലറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് UDF അംഗങ്ങൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടിയന്തര കൗൺസിൽ യോഗം ആരംഭിച്ച ഉടൻ പ്രതിപക്ഷ നേതാവ് KP ഉദയനാണ് വിഷയം ഉന്നയിച്ചത്. കോട്ടപ്പടി മമ്പറമ്പത്ത് സുഭാഷാണ് കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങൾ വഴി വീഡിയോ പുറത്തുവിട്ട ശേഷം ആത്മഹത്യ ചെയ്തത്. വീഡിയോയിൽ പറയുന്ന കൗൺസിലറെ പുറത്താക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇക്കാര്യം ചർച്ച ചെയ്യാനാവില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അറിയിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും ഇവിടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലീസുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇതോടെ UDF കൗൺസിലർമാർ പ്ലക്കാർഡ് ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. പെർമിറ്റ് ലംഘിച്ചും മോട്ടോർ വാഹന വകുപ്പിന്റെ താക്കീത് മറികടന്നും വെല്ലുവിളിക്കും വിധം തൃശൂരിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകളുടെ സർവീസ്. പരിശോധന കർശനമാക്കി RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള രോഗികൾക്ക് സൗജന്യ യാത്ര എന്ന പേരിൽ മെഡിക്കൽ കോളേജ് തൃശൂർ റൂട്ടിലെ ചില സ്വകാര്യ ബസ്സുകളാണ് പെർമിറ്റുള്ള റൂട്ട് തെറ്റിച്ച് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് വഴി സർവീസ് നടത്തുന്നത്. ഇത് കണ്ടെത്തിയ മോട്ടോർ വാഹന വകുപ്പ് മുൻപ് 1 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കിയിരുന്നു. എന്നാൽ അതേ ബസ്സുകൾ വീണ്ടും നിയമത്തെ വെല്ലുവിളിക്കും വിധം റൂട്ട് തെറ്റിച്ച് സർവീസ് തുടരുകയാണ്. ഇത് RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവും സംഘവും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. സുജിമോൻ, അരുവേലിക്കൽ, ശ്രീരാം ബസ് സർവീസ്, പാർത്ഥസാരഥി എന്നീ ബസ്സുകൾക്കെതിരെ റൂട്ട് വയലേഷന് കേസെടുത്ത് 22,500 രൂപ പിഴയും ചുമത്തി. കൂടാതെ നിയമവിരുദ്ധമായി LED ലൈറ്റും ക്രാഷ് ഗാർഡും ഘടിപ്പിച്ചതിന് മുൻപ് പിഴ ഈടാക്കിയ നെസ്റ്റ് കത്തനാർ എന്ന ബസ് ഇത് അഴിച്ചുമാറ്റാതെ സർവീസ് നടത്തിയതും പിടികൂടി. നിയമലംഘനത്തിന് 5,250 രൂപ പിഴയും ചുമത്തി. RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടത്തിയ വാഹന പരിശോധനയിൽ 22 കേസുകളിലായി 52,000 രൂപ പിഴയും ഈടാക്കി. TCV തൃശൂർ. കൊടുങ്ങല്ലൂരിൽ ക്ഷേത്രഭണ്ഡാരങ്ങൾ കവർന്ന കേസിൽ 2 പേർ പിടിയിൽ. എറിയാട് അത്താണി ആശാരിപ്പറമ്പിൽ വീട്ടിൽ ശിവ, മേത്തല എൽത്തുരുത്ത് നെല്ലിപ്പറമ്പിൽ പ്രവീൺ എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പൊടിയൻ ബസാറിലെ ചാണാശ്ശേരി ക്ഷേത്രത്തിലെ 2 സ്റ്റീൽ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് 15,000 രൂപയോളം കവർന്ന കേസിലാണ് അറസ്റ്റ്. പ്രദേശത്തെ നിരവധി ഭണ്ഡാരമോഷണ കേസുകളിലും ഇവർ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർമാരായ K സാലിം, KG സജിൽ, ജിജേഷ്, മനു P ചെറിയാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, ഷമീർ, അമൽദേവ് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു.
കാട്ടൂർ നെടുമ്പുരയിൽ കെട്ടിടത്തിലെ മുറിയിൽ തീപിടുത്തം. ഫ്രിഡ്ജ് പൂർണ്ണമായും കത്തിനശിച്ചു. നെടുമ്പുര കലാനഗറിനു സമീപത്തെ കെട്ടിടത്തിൽ താമസിക്കുന്ന പുളിന്തറപ്പറമ്പിൽ ഹിലാൽ മുഹമ്മദിന്റെ മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സും കാട്ടൂർ പോലീസും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂർ ഏകാദശി ശബരിമല സീസണ് മുന്നോടിയായി ഉത്തരേന്ത്യൻ നാടോടി സംഘമെത്തി റെയിൽവേ മേൽപ്പാലത്തിന് താഴെ തമ്പടിച്ചു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 2 സംഘങ്ങളിലായി 20ഓളം പേരാണുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെത്തുമെന്നാണ് ഇവർ പറയുന്നത്. സീസൺ സമയത്ത് വർഷങ്ങളായി 100ഓളം വരുന്ന സംഘമാണ് ഗുരുവായൂരിൽ എത്താറുള്ളത്. ചെറുതും വലുതുമായ ചെണ്ടകളും അനുബന്ധ സാമഗ്രികളും നിർമ്മിച്ച് നടന്ന് വിൽപ്പന നടത്തുകയാണ് ചെയ്യുന്നത്. ഇവർ ഭക്ഷണം പാചകം ചെയ്യുന്നതും മലമൂത്ര വിസർജനം നടത്തുന്നതും മേൽപ്പാലത്തിനു താഴെയാണ്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കഴിയുന്നതിനാൽ ഇത്തരം സംഘം പകർച്ചവ്യാധി ഭീഷണി ഉയർത്താറുണ്ട്. ഇതേ തുടർന്ന് ഇത്തരം സംഘങ്ങൾക്കെതിരെ നാട്ടുകാർക്കിടയിൽ വ്യാപക പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ ദിവസം നഗരസഭ വിളിച്ചു ചേർത്ത ശബരിമല സീസൺ മുന്നൊരുക്ക യോഗത്തിൽ നാടോടി സംഘങ്ങളെ മേൽപ്പാലത്തിനു താഴെ തമ്പടിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു. ഇതെല്ലാം മറികടന്നാണ് നാടോടി സംഘം തമ്പടിച്ചിരിക്കുന്നത്. ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെ ഒഴിപ്പിക്കുന്നത് നാട്ടുകാർക്കും നഗരസഭയ്ക്കും തലവേദനയാകും. TCV ന്യൂസ്, ഗുരുവായൂർ. മലിനജല നിർമ്മാർജ്ജന പ്ലാന്റിനായി പൂത്തോളിൽ കോർപ്പറേഷൻ ഇടത് ഭരണസമിതി ഭൂമി വാങ്ങിക്കൂട്ടിയതിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് മേയർ. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലാണ് മേയർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അതേസമയം വിജിലൻസ് അന്വേഷണം സുരേഷ് ഗോപിയെയും BJPയെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ എന്ന് മേയർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ കോൺഗ്രസ് കൗൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. 5 വർഷം തന്നെ പിന്താങ്ങിയ മുന്നണിക്ക് ഭരണത്തിന്റെ അവസാനം BJPക്ക് വേണ്ടി 8ന്റെ പണി കൊടുത്താണ് മേയർ ഇറങ്ങിപ്പോകുന്നതെന്ന് ജോൺ ഡാനിയൽ പറഞ്ഞു. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വൻ ലാഭവിഹിതം തരാമെന്ന് വിശ്വസിപ്പിച്ച് 1,06,75,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുനെൽവേലി കരിക്കത്തോപ്പ് സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് അലിയെയാണ് തിരുനെൽവേലിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. കല്ലേറ്റുംകര സ്വദേശി താക്കോൽക്കാരൻ വീട്ടിൽ രാജു എന്നയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഷെയർ ട്രേഡിംഗിലൂടെ വൻ ലാഭവിഹിതം തരാമെന്ന് വിശ്വസിപ്പിച്ച് 1,06,75,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. SHO PS സുജിത്ത്, SI KV ജസ്റ്റിൻ, CPOമാരായ ശ്രീയേഷ്, ശബരിനാഥ്, ശ്രീനാഥ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഓൺലൈൻ പാർട്ട് ടൈം ജോബ് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 11 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം നെല്ലിക്കുത്ത് സ്വദേശി ചക്കിപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് മിഥിലാജിനെയാണ് റൂറൽ സൈബർ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ജോബ് നൽകുന്ന ഏജൻസിയാണെന്നും ആമസോൺ പാർട്ട് ടൈം പ്രൊമോഷൻ വർക്കിലൂടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ വൻ ലാഭം ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയും വാട്സപ്പ്, ടെലിഗ്രാം അക്കൗണ്ടുകൾ മുഖേന ഓൺലൈൻ പാർട്ട് ടൈം ജോബുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ അയച്ചും വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. മാനാട്ടുകുളം സ്വദേശിയിൽ നിന്ന് നിരവധി തവണകളായി 11 ലക്ഷത്തിലധികം രൂപ ബാങ്ക് അക്കൗണ്ട് മുഖേന അയപ്പിച്ച് തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ കായിക താരങ്ങളെ തൃശൂരിൽ ആദരിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ, DDE PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അഫ്താബിന്റെ തളരാത്ത മനസ്സിനെ തേടി ഉജ്ജ്വല ബാല്യം പുരസ്കാരം. വിധിയെ പഴിക്കാതെ ആത്മവിശ്വാസത്തിന്റെ കൈക്കരുത്തുമായി മുന്നേറിയ അഫ്താബിനിത് അർഹിക്കുന്ന അംഗീകാരം. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചോദിപ്പിക്കുന്നതിനുമായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പാണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം നൽകുന്നത്. ശരീരത്തെ തളർത്താൻ ശ്രമിക്കുന്ന സെറിബ്രൽ പാൾസിയെ ആത്മവിശ്വാസം കൊണ്ട് നേരിട്ട കഥയാണ് അഫ്താബിന് പറയാനുള്ളത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇതില് പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയി പോയി. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. 3 മത്സരങ്ങളില് വിജയിച്ചിട്ടുണ്ട്. ഷോർട്ട് പുട്ടില് ഫസ്റ്റ്, മധ്യപ്രദേശിൽ പോയാണ്. പിന്നെ തായ്ലൻഡില് പോയി ഫസ്റ്റ് കിട്ടി. പിന്നെ ഗുജറാത്തിൽ പോയി ഫസ്റ്റ് കിട്ടി. പിന്നെ ക്ലബ് തന്നെ മധ്യപ്രദേശിൽ സെക്കൻഡ് കിട്ടി.
സെറിബ്രൽ പാൾസി സ്പോർട്സ് ഫെഡറേഷൻ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ക്ലബ് ത്രോ വിഭാഗത്തിൽ സ്വർണം നേടിയാണ് അഫ്താബ് വരവറിയിച്ചത്. SSK കൊടുങ്ങല്ലൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ മുഖേനയാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പിന്നീട് തായ്ലൻഡിൽ നടന്ന വേൾഡ് എബിലിറ്റി സ്പോർട്സ് യൂത്ത് ഗെയിംസിലും സ്വർണം കരസ്ഥമാക്കി. ഈ വർഷം മധ്യപ്രദേശിൽ നടന്ന പാരാ ഒളിമ്പിക് മത്സരത്തിൽ ഷോട്ട്പുട്ടിൽ സ്വർണവും ക്ലബ് ത്രോയിൽ വെള്ളിയും നേടി ഈ മിടുക്കൻ. കൊടുങ്ങല്ലൂർ P. ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഫ്താബ് പുതിയ നേട്ടങ്ങളുടെ പാതയിലേക്കുള്ള യാത്രയിലാണ്. കൊടുങ്ങല്ലൂരിലെ ഒഴുവത്തുകടവ് സ്വദേശി പാറയിൽ വീട്ടിൽ അബ്ദുൽ വഹാബിന്റെയും ടൗൺ ഗവൺമെന്റ് LP സ്കൂളിലെ പ്രീ പ്രൈമറി അധ്യാപിക സമീനയുടെയും മകനാണ് അഫ്താബ്. TCV കൊടുങ്ങല്ലൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരായ പാപ്പാന്മാർക്കായി വടക്കുന്നാഥൻ ക്ഷേത്രം ആനപ്പറമ്പിൽ റിഫ്രഷ്മെന്റ് ക്ലാസ് സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ക്ലാസ് തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ K. മനോജ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ആന ചികിത്സകൻ PB ഗിരിദാസ്, സോഷ്യൽ ഫോറസ്ട്രി തൃശൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ TM ഷിറാസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് KP അജയൻ, KK സുരേഷ് ബാബു, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, ലൈഫ് സ്റ്റോക്ക് മാനേജർ KN കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ ഒരു ദിവസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അന്നൊക്കെ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെയിലി എടക്കഴിയൂർ സീതി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഒപ്പന മത്സരത്തിന് ശേഷം നിരവധി വിദ്യാർത്ഥിനികൾ തളർന്നു വീണു. മത്സരത്തിന് ശേഷം വൈകിട്ടാണ് കുട്ടികൾ കുഴഞ്ഞു വീണത്. 16ഓളം കുട്ടികൾ വീണതായി പറയുന്നു. രാവിലെ മുതൽ മത്സരത്തിനായി തയ്യാറായി നിന്നവരാണ് പലരും. നിശ്ചയിച്ച സമയത്തേക്കാൾ ഏറെ വൈകിയാണ് മത്സരങ്ങൾ നടന്നതെന്ന് പറയുന്നു. ഭക്ഷണം കഴിച്ചിരുന്നു എന്നും അമിതമായ ചൂടും ക്ഷീണവും മൂലമാണ് വിദ്യാർത്ഥികൾ തളർന്നു വീണത് എന്നും മാതാപിതാക്കൾ പറഞ്ഞു. 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവർക്ക് പ്രാഥമിക ചികിത്സ നൽകി. പുതുക്കാട് നടക്കുന്ന ഇരിഞ്ഞാലക്കുട ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പളിയ നൃത്തം ഇനത്തിൽ ഫലപ്രഖ്യാപനം തർക്കത്തിനിടയാക്കി. 2ാം സ്ഥാനം ലഭിച്ച എടത്തിരിഞ്ഞി HDP സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെത്തിയവരാണ് 1ാം സ്ഥാനം നൽകാത്തതിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബഹളമുണ്ടാക്കിയത്. വേദിയിൽ കയറി ബഹളം വെച്ചതോടെ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ഇവരെ മാറ്റി. ഫലപ്രഖ്യാപനത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ അപ്പീൽ നൽകാൻ സംഘാടകർ ആവശ്യപ്പെട്ടുവെങ്കിലും ആദ്യഘട്ടത്തിൽ ഇവർ വഴങ്ങിയില്ല. പിന്നീട് ഇവർ ശാന്തരാവുകയായിരുന്നു. ഇതിനിടെ മത്സരത്തിൽ പങ്കെടുത്തിറങ്ങിയ 3 കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസും സംഘാടകരും ചേർന്ന് ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിങ്ങൾ ഏത് സ്കൂളാണ്, എവിടെക്കാരാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വട്ടം പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ യൂസ് ചെയ്തു പറഞ്ഞിട്ട് മാർക്ക് കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ മോളെ ഫസ്റ്റ് പോയി. ഞങ്ങൾ ഇപ്രാവശ്യം മോളെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കിട്ടിയ ടീമിന് അവർ ഐസ്ക്രീം സ്റ്റിക്കാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പാട്ട് പാടിയത് അവർ പകുതി നോക്കിയാണ് പാടിയത്, പേപ്പറിൽ നോക്കിയാണ് പാടിയത്. അത് ഞങ്ങൾ കണ്ടതാണ്. എന്നിട്ടാണ് അവർക്ക് ഫസ്റ്റ് കൊടുത്തത്. ഇതൊന്നും നോക്കണില്ല അവര്. ഞങ്ങൾക്ക് 3 കുത്തിന്റെ പേരിലാണ് ഫസ്റ്റ് പോയത്. അവര് മൊത്തം സ്റ്റെപ്പ് തെറ്റിച്ച് കളിച്ചത്. പാട്ട് തെറ്റി, എന്തൊക്കെ തെറ്റി, ഇവരൊന്നും അതൊന്നും നോക്കണില്ല. 3 കുത്ത്, അതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് പോയത്. ഒരു ജഡ്ജസിന് റീസൺ പറയുന്നതാണ് ഈ 3 കുത്ത്. സ്റ്റെപ്പ് തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ പറയാം, അങ്ങനെയെങ്കിലും പറയാമെന്ന് വിചാരിക്കാം. പക്ഷെ സ്റ്റെപ്പ്, പാട്ട്, ഡാൻസ് എല്ലാം തെറ്റിട്ട് അവർക്ക് ഫസ്റ്റ് കൊടുക്കുന്നതിന് ഒരു ന്യായവും ഇല്ല. അവർക്ക് റീസണും ഇല്ല പറയാൻ. അതിന്റെ പേരിൽ 3 കുത്ത് പറഞ്ഞു. വേറെ സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും തെറ്റിയിട്ടില്ല.
കാശ്മീർ താഴ്വരയിൽ പൂത്തുലയുന്ന കുങ്കുമപ്പൂവിൽ വിജയം കൊയ്ത യുവ കർഷകൻ. വയലറ്റുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ കുളിരിൽ വർണ്ണനയ്ക്കതീതമായി വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കാശ്മീർ താഴ്വരയിലൂടെ സഞ്ചരിച്ച പ്രതീതിയാണ് സൃഷ്ടിക്കുന്നത്. പുത്തൂർ നമ്പ്യാർ റോഡ് സ്വദേശി ജെയിംസ് കാപ്പാനി പ്രവാസ ജീവിതത്തിനു ശേഷം എക്സ്പോർട്ടിംഗ് മേഖലയിൽ ഇടപെടുകയും തുടർന്ന് വ്യത്യസ്ത രീതിയിലുള്ള കൃഷിപരിപാലനം ആരംഭിക്കുകയുമായിരുന്നു. കാശ്മീരിൽ നേരിട്ട് പോയായിരുന്നു കൃഷിയെക്കുറിച്ചുള്ള പഠനം. ഇത്തരം കർഷകരുമായി നിരന്തരം ചർച്ച നടത്തിയും അല്പം റിസ്കുമെടുത്താണ് കുങ്കുമപ്പൂ കൃഷി തുടങ്ങിയത്. കൃഷി തുടങ്ങാൻ കൃഷിഭവന്റെയും പഞ്ചായത്തിന്റെയും അനുമതി കൂടി ലഭിച്ചതോടെ കാര്യങ്ങൾ വേഗത്തിലായി. നിങ്ങൾ നേരത്തെ ഉള്ളിൽ കണ്ടിരുന്നുണ്ടാവും, അത് കാശ്മീരിലും മണ്ണിലടിയിലാണ് വളരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ എയറോപോണിക് സംവിധാനത്തിലാണ് വളർത്തുന്നത്. എയറോപോണിക്സും ഉണ്ടാവും, ഹൈഡ്രോപോണിക്സും രണ്ടും മിക്സ് ആയിട്ടാണ്. ഫ്ലവറിങ്ങിന്റെ സീസണിൽ നമ്മൾ ഫുള്ളായിട്ട് എയറോപോണിക് സിസ്റ്റത്തിലാണ് വളർത്തുന്നത്. ഫ്ലവറിങ്ങിന് ശേഷം നമ്മൾ മറ്റു പല രീതികളിലും ഇതിന് ചെയ്യുന്നുണ്ട്. കൃത്യമായി 6 മുതൽ 8 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പൂക്കളെല്ലാം വിരിഞ്ഞു. അതിൻ്റെ സംതൃപ്തിയുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിത്ത് ഉൽപാദനം. അത് വലിയൊരു കടമ്പയാണ്, അതിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പൂവിനെ കുറിച്ച് പറയാനുള്ളത്. കാശ്മീർ താഴ്വരയുടെ അന്തരീക്ഷവും കുളിരു വീഴുന്ന മരം കോച്ചുന്ന തണുപ്പും കാലാവസ്ഥാ ശീതീകരണ സംവിധാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്തു. അപൂർവമായിട്ടാണ് കേരളത്തിൽ ഈ രീതിയിൽ കൃഷി ചെയ്യുന്നത്. 1 മാസം കൊണ്ടാണ് പൂക്കൾ പൂർണ്ണ വളർച്ചയെത്തുന്നത്. ഒരു വിത്തിൽ നിന്ന് 2 മുതൽ 4 വരെ പൂക്കൾ ഉണ്ടാവും. ഏകദേശം 5 ലക്ഷത്തിൽ താഴെ ചിലവ് വന്നിട്ടുണ്ട്. കാശ്മീരിൽ നിന്നാണ് വിത്തുകൾ എത്തിച്ചത്. വീടിന്റെ അപ്സ്റ്റെയറിൽ എയറോപോണിക്സ് കൊണ്ട് മറച്ച് ശീതീകരിച്ച മുറിയിലാണ് വിത്ത് സംരക്ഷണവും കൃഷിയും നടത്തിവരുന്നത്. സൂര്യപ്രകാശം നേരിട്ടേൽക്കാതെ പകരം അൾട്രാവയലറ്റ് പ്രകാശം ക്രമീകരിച്ച് ഈർപ്പം ക്രമീകരിച്ചും താപനില അളക്കാനുള്ള ക്രമീകരണങ്ങളും ദൂരെ നിന്ന് വളർച്ച നിരീക്ഷിക്കാൻ ക്യാമറയും ഘടിപ്പിച്ചാണ് കൃഷി. ഭക്ഷണത്തിൽ രുചി വരുത്തുന്നതിനും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഔഷധ നിർമ്മാണത്തിനുമാണ് കുങ്കുമപ്പൂ ഉപയോഗിച്ചു വരുന്നത്. പരീക്ഷണം വിജയം കണ്ടതോടെ കുങ്കുമപ്പൂ കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ജെയിംസ് ലക്ഷ്യമിടുന്നത്. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ മുക്കാട്ടുകര മണ്ണുത്തി റോഡിൽ കേബിളിടാനായി എടുത്ത കുഴിയിൽ ബൈക്ക് വീണ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി ചാഴിപ്പാലത്തിന് സമീപമാണ് സംഭവം. അപകടത്തിൽ മുക്കാട്ടുകര മഞ്ഞലങ്ങാടി സ്വദേശി ജോമോന്റെ 2 കൈകളും ഒടിഞ്ഞു. യാതൊരു സുരക്ഷാ മുൻകരുതലുകളും എടുക്കാതെയാണ് പുത്തൻവെട്ടുവഴി മുതൽ മണ്ണുത്തി വരെയുള്ള ഭാഗത്ത് റോഡിൽ പലയിടങ്ങളിലും കുഴിയെടുത്ത് യന്ത്രം ഉപയോഗിച്ച് തുരന്ന് കേബിളിടുന്നത്. പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ റോഡിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ഗുരുവായൂർ നഗരസഭയ്ക്ക് വീണ്ടും അംഗീകാരം. ഇന്ത്യയിലുടനീളമുള്ള നഗരവികസനത്തിന്റെ പരിവർത്തന യാത്ര ആഘോഷിക്കുന്നതിനായി ഭവന നഗരകാര്യ മന്ത്രാലയം ഈ മാസം 8, 9 തീയതികളിൽ ഡൽഹി ദ്വാരക യശോഭൂമിയിൽ നടക്കുന്ന നാഷണൽ അർബൻ കോൺക്ലേവിലേക്കാണ് ഗുരുവായൂർ നഗരസഭയ്ക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. കോൺക്ലേവിന്റെ ആദ്യ ദിവസം അറിയപ്പെടാത്തവരെ ആഘോഷിക്കുന്നു എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയിലേക്ക് ഇന്ത്യയിലെ നഗരങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ 5 നഗരങ്ങൾക്ക് ക്ഷണം ലഭിച്ചതിൽ ഒന്നാമത് ഗുരുവായൂർ നഗരസഭയാണ്. പ്രത്യേകം തയ്യാറാക്കിയ വീഡിയോ അവതരണത്തിലൂടെയും ഫോട്ടോഗ്രാഫുകൾ വഴിയും നഗരങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ഇവിടെ പ്രദർശിപ്പിക്കും. പ്രതിവർഷം 3 കോടിയോളം ഭക്തർ വന്നുപോകുന്ന തീർത്ഥാടന നഗരമായ ഗുരുവായൂരിലെ നിലവിലെ അവസ്ഥയുടെയും സുസ്ഥിരതയുടെയും വിശദാംശങ്ങളോടെ ദേശീയ തലത്തിൽ പ്രദർശിപ്പിക്കാനാകുന്നു എന്നത് ഏറെ പ്രധാനമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ M. കൃഷ്ണദാസ് പറഞ്ഞു. KPCC വിചാർ വിഭാഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ DCCയിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. അതിദരിദ്രരില്ലാത്ത നാടാണ് കേരളമെന്ന് പറയാൻ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് ബോധമുള്ളയാൾക്ക് കഴിയില്ലെന്ന് ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പറഞ്ഞു. CPM നേതാവ് K. രാധാകൃഷ്ണൻ MPയുടെ നിയോജകമണ്ഡലമായ ചേലക്കരയിലെ ആദിവാസി കോളനിയിൽ ഒരു പെൺകുട്ടി കിടന്നുറങ്ങുന്നത് ആട്ടിൻകൂട്ടിലാണ്. ഇങ്ങനെ നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ കേരളം അതിദരിദ്രരില്ലാത്ത നാടാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ധിക്കാരമാണെന്ന് ജോസ് വള്ളൂർ പറഞ്ഞു. KPCC വിചാർ വിഭാഗ് വൈസ് പ്രസിഡന്റ് M. സുജയ് അധ്യക്ഷത വഹിച്ചു. വിചാർ വിഭാഗ് സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ സാജൻ ചാക്കോ, രാമചന്ദ്രൻ പള്ളിയിൽ, സന്തോഷ് ചിറ്റാർ, ഹരീന്ദ്രൻ കരിമ്പനപ്പാലം, സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ ടോമി ജോർജ്, വിചാർ വിഭാഗ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റ്ലപ്പള്ളി, ഡോക്ടർ മനോജ് പുഷ്കർ തുടങ്ങിയവർ സംസാരിച്ചു. KPCC വിചാർ വിഭാഗിന്റെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള പ്രധാന ഭാരവാഹികൾ ശില്പശാലയിൽ പങ്കെടുത്തു. TCV തൃശൂർ.
തൃശൂർ അർബൻ സഹകരണ ബാങ്കിന്റെ ഭരണസമിതി പിരിച്ചുവിട്ട് മുഴുവൻ ഭരണസമിതി അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ സഹകരണ സെൽ രംഗത്ത്. 2003 മുതൽ 2025 വരെ 50 കോടി രൂപയിലേറെ വരുന്ന സ്വർണ്ണപ്പണയ തട്ടിപ്പാണ് UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയിരിക്കുന്നതെന്ന് BJP ജില്ലാ സഹകരണ സെൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതിൽ ചില ജീവനക്കാരും പങ്കാളികളായിട്ടുണ്ട്. ഭരണസമിതി അംഗങ്ങളുടെയും സഹകരണ വിജിലൻസ് കണ്ടെത്തിയ ജീവനക്കാരുടെയും പണമിടപാടുകൾ അന്വേഷിക്കണം. വിജിലൻസ് കേസ് അടിയന്തരമായി അന്വേഷിക്കുവാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും രാഷ്ട്രീയ താൽപര്യം വെച്ച് സഹകരണ സംഘം രജിസ്ട്രാർ പ്രോസിക്യൂഷന് അനുമതി നൽകാതിരിക്കുകയാണ്. ഇതിനെതിരെ കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്യുമെന്നും കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്നും BJP ജില്ലാ സഹകരണ സെൽ ഭാരവാഹികൾ പറഞ്ഞു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 14-ന് തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ബാങ്ക് അംഗങ്ങളുടെ ധർണ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. BJP സഹകരണ സെൽ ജില്ലാ കൺവീനർ MV സുരേഷ്, മറ്റ് ഭാരവാഹികളായ MD ജോയ്, അഡ്വക്കേറ്റ് PA ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തകർന്നു വീണ വീടിന് മുന്നിൽ അധികാരികളുടെ കനിവ് കാത്തിരിക്കുകയാണ് ഒരു വയോധിക. പഴയന്നൂർ പുത്തിരിത്തറ എരുമത്തടത്തിൽ വീട്ടിൽ 86 വയസ്സുള്ള കാർത്യായനി അമ്മയാണ് സഹായം തേടുന്നത്. കാർത്യാനി അമ്മയുടെ ജീർണാവസ്ഥയിലുള്ള വീടാണ് തകർന്നു വീണത്. ഏതാനും ദിവസം മുൻപ് കാർത്യാനി അമ്മയെയും കൂട്ടി മകൾ ശ്യാമള സമീപത്ത് തന്നെ നിർമ്മിച്ച ടാർപോളിൻ മേഞ്ഞ കൂരിയിലേക്ക് താമസം മാറിയിരുന്നു. അടച്ചുറപ്പുള്ള സുരക്ഷിതമായ വീടിനായി 1.5 വർഷം മുൻപ് ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ശ്യാമള കുടുംബം പോറ്റി വരികയായിരുന്നു. എന്നാൽ 6 മാസം മുൻപ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം അമ്മ കാർത്യാനി തളർന്നു കിടന്നതോടെ ശ്യാമളയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയായി. ഇന്നലെയാണ് രാത്രിയാണ് ഇത് വീണത്. ഇപ്പോൾ അയൽവക്കക്കാരൊക്കെ വരും നോക്കുകയൊക്കെ ചെയ്തു എന്നല്ലാതെ ഒരു വാർഡ് മെമ്പറോ ആരും ഇവിടെ വരികയോ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം അതിങ്ങനെ ഒരു ഷെഡ് കെട്ടിണ്ടാക്കുക കാരണം കൊണ്ട് അമ്മേനെയും കൊണ്ട് ഇവിടെ വന്ന് കിടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അമ്മേനെ എടുത്തിട്ടൊന്നും നടക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ. രാത്രിക്ക് എങ്ങാനും അത് പൊട്ടി ഞങ്ങൾ വീണതാണെങ്കിൽ ഞങ്ങൾ 2 അതിൻ്റെ അടിയിലാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാം മരിച്ചു പോയിണ്ടാവും. കുറേ നാളായി ഞങ്ങൾ ലോണിന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വയ്ക്കണ കാലം മുഴുവനും അമ്മ പോയി, അത് കഴിഞ്ഞ് ഞാൻ പോയി, എന്നിട്ടൊന്നും ശരിയായിട്ടുണ്ട് പറയാന്നല്ലാതെ ലൈഫിലും ഒക്കെ പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ 1 വർഷമായി ഞാൻ എല്ലാ കടലാസുകളും ഇവിടെ ബ്ലോക്കിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട്. പക്ഷെ ഇതുവരെ ഒരാളും ഒന്നും വരികയും നോക്കി ഒന്നും ചെയ്തിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ച ശ്യാമളയ്ക്ക് 26 വയസ്സായ ഒരു മകളുമുണ്ട്. ഒരു വീടില്ലാത്തതിനാൽ വിവാഹം മുടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഈ കുടുംബം അനുഭവിക്കുന്നത്. അയൽവാസികളുടെയും മറ്റും കനിവിലാണ് ഇവരുടെ ജീവിതം. ബന്ധപ്പെട്ട അധികാരികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് കുടുംബത്തിന്റെ അഭ്യർത്ഥന. സംസ്ഥാനത്ത് അതിദരിദ്രർ ഇല്ല എന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോഴാണ് പഴയന്നൂരിലെ ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ പുറത്തുവരുന്നത്. TCV ന്യൂസ്, തിരുവില്ലാമല. വൈകല്യം ബാധിച്ച കൈകൊണ്ട് പുസ്തകത്തിന്റെ പേജ് പോലും മറിക്കാൻ കഴിയാത്ത ശ്രീകുമാർ വിജയിച്ചു കയറിയത് CA പരീക്ഷ. ജന്മനാൽ ഒപ്പമുണ്ടായിരുന്ന ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ശരീരത്തിന്റെ ചലനത്തെ ഇല്ലാതാക്കിയെങ്കിലും ശ്രീകുമാറിന്റെ നിശ്ചയദാർഢ്യത്തെ വൈകല്യത്തിന് തടയാനായില്ല. പുത്തൻചിറ പനമ്പിള്ളി വീട്ടിൽ ശ്രീകുമാറിനി ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. ചായക്കട നടത്തുന്ന അച്ഛൻ രാജനും വീടിനോട് ചേർന്ന് പലചരക്ക് കട നടത്തുന്ന അമ്മ മിനിയും വിശ്രമമില്ലാതെ ഒപ്പം നിന്നപ്പോഴാണ് മകന് CA-കാരനാകാൻ വഴി തുറന്നത്. CA-കാരനാകണമെന്നത് ശ്രീകുമാറിന്റെ വലിയ സ്വപ്നമായിരുന്നു. സ്കൂളിലേക്കും കോളേജിലേക്കും അച്ഛൻ രാജൻ കൊണ്ടുപോയി തിരിച്ചെത്തിക്കുന്നതായിരുന്നു പതിവ്. രാത്രി ഉറക്കമുപേക്ഷിച്ചുള്ള പഠനത്തിന് കൂട്ടിരിക്കുമ്പോൾ അമ്മയും ഉറങ്ങാറില്ലെന്നും അച്ഛനും അമ്മയും സഹോദരനും ബന്ധുക്കളും ഒപ്പം സുഹൃത്തുക്കളും അധ്യാപകരും നൽകിയ പിന്തുണയാണ് CA എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ചതെന്ന് ശ്രീകുമാർ പറഞ്ഞു. ഡിഗ്രിക്ക് തൊട്ട് എനിക്ക് എഴുതാൻ പറ്റിയിരുന്നില്ല. അതുവരെയുള്ള എക്സാമൊക്കെ ഞാൻ തന്നെ എഴുതിയ പാസ്സാവുക ചെയ്തിരുന്നു. ഡിഗ്രി തൊട്ട് സ്ക്രൈബിനെ യൂസ് ചെയ്തിട്ടാണ് എക്സാം എഴുതാറ്. ആ സമയത്ത് BComൻ്റെ തന്നെ ആ കോളേജ് ക്രൈസ്റ്റ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് തന്നെ എനിക്ക് സ്ക്രൈബിനെ അപ്പോയിൻറ്റ് ചെയ്ത് തരുമായിരുന്ന ഒരു എക്സാമാണ്. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സുകൾ അതെ, ടീച്ചർമാരതെ. 400 പേജിലധികമുള്ള പുസ്തകങ്ങൾ അമ്മ മിനി ഫോണിൽ സ്കാൻ ചെയ്ത് നൽകുന്നത് ഗൂഗിൾ ഡ്രൈവിലാക്കിയായിരുന്നു പഠനം. മണിക്കൂറുകൾ തുടർച്ചയായി വീൽചെയറിലിരുന്ന് പഠിക്കാനും കഴിയാത്ത അവസ്ഥയാണ്. വീൽചെയറിൽ പ്രത്യേകം സ്റ്റാൻഡ് ഘടിപ്പിച്ച് അതിൽ ലാപ്ടോപ്പ് വെച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഉയരത്തിനനുസരിച്ചുള്ള മേശയും കിടക്കുമ്പോൾ ശരീരത്തിന് താങ്ങായി തലയിണകളും പഠനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. ക്രൈസ്റ്റ് കോളേജിലെ പഠനകാലത്ത് ലഭിച്ച കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ നിന്നാണ് CA എന്ന മോഹം ലഭിച്ചത്. ആ മോഹം വളർന്നപ്പോൾ CA കോഴ്സിന്റെ പഴയ സ്കീമിൽ ഇന്റർ എഴുതി 2023 വിജയിച്ചു. തുടർന്ന് വീടിനടുത്തുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റായ TD ജോൺസന്റെ കീഴിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തു.
സ്ക്രൈബിനെ ഉപയോഗിച്ചാണ് CA പരീക്ഷ എഴുതിയത്. അവസാന പരീക്ഷയിൽ വല്യച്ഛന്റെ മകൻ ബിടെക് വിദ്യാർത്ഥി അനന്തുകൃഷ്ണൻ സഹായിയായി. പുത്തൻചിറയിലെ സർക്കാർ വിദ്യാലയങ്ങളിലായിരുന്നു സ്കൂൾ പഠനം. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് BCom ഫിനാൻസ് പാസ്സായി. സ്വന്തമായി പരിശീലനത്തിലേക്ക് കടക്കണമെന്നതാണ് പ്രഥമ പരിഗണനയെന്ന് 27-കാരനായ ശ്രീകുമാർ പറയുന്നു. TCV ന്യൂസ്, മാള. പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും കുറയ്ക്കുന്നതിനുമായി തൃശൂരിൽ സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കായി പ്രേരണ എന്ന പേരിൽ ക്ലാസ് സംഘടിപ്പിച്ചത്. തൃശൂർ സിറ്റി പോലീസ് ജില്ലാ ട്രെയിനിംഗ് സെന്ററിൽ നടന്ന ക്ലാസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ MJ ജിജോ അധ്യക്ഷത വഹിച്ചു. ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ തൃശൂർ പ്രസിഡന്റ് ഡോക്ടർ MK സദാനന്ദൻ, അസോസിയേഷൻ ദേശീയ കമ്മിറ്റി അംഗം ഡോക്ടർ ബിനോയ്, നാർക്കോട്ടിക് സെൽ ASI സനീഷ് ബാബു, സൈബർ സെൽ SI TD ഫീസ്റ്റോ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ രമ്യ രാംകുമാർ ക്ലാസ് നയിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ദേവാലയം തിരുനാളിനോടനുബന്ധിച്ച് വൈദ്യുത ദീപാലംകൃതമായി. കൂടുതുറക്കൽ ശുശ്രൂഷ വെള്ളിയാഴ്ച വൈകിട്ട് നടക്കും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ച വൈകിട്ട് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ പള്ളിയിലെത്തി സമാപിക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന ദിവ്യബലിക്ക് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 3:30 ജപമാല പ്രദക്ഷിണവും തുടർന്ന് വ്യാകുലമാതാവിൻ പുത്തൻപള്ളിയിൽ നിന്ന് ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് കിരീടം എഴുന്നള്ളിപ്പും നടക്കും. മദ്യം നൽകാത്ത വിരോധത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടകമ്പാൽ പാലാട്ടുമുറി സ്വദേശി സുധീഷാണ് പിടിയിലായത്. കാട്ടകമ്പാൽ പാലാട്ടുമുറി സ്വദേശി പള്ളിക്കര വീട്ടിൽ ഷിജുവിനെയാണ് പ്രതി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,175 രൂപ, പവന് 89,400 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. വിദ്യാഭ്യാസ മേഖലയിൽ സമുദായത്തോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് നീതിരഹിതമായ വിവേചനമെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. പിന്നോട്ട് തള്ളൽ തുടർന്നാൽ മറ്റൊരു വിമോചന സമരത്തിനും തെരഞ്ഞെടുപ്പിൽ നിലപാട് പറയാനും മടിക്കില്ലെന്നും ആൻഡ്രൂസ് താഴത്ത്. ഹരിയാനയിലെ വോട്ട് കൃത്രിമവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി പറയണമെന്ന് MA ബേബി. വോട്ട് മോഷണത്തിനെതിരെ ബീഹാറിൽ ജനവിധിയുണ്ടാകുമെന്നും MA ബേബി. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകനായി തിരച്ചിൽ ഊർജിതം. സംഭവത്തിൽ 3 തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്കിന് PT ഉഷ വാഗ്ദാനം ചെയ്ത തുക നഷ്ടപ്പെടുത്തിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് സ്വകാര്യ ഏജൻസിയെ ഒഴിവാക്കാൻ 2 കോടി മടക്കി നൽകണമെന്ന് സുരേഷ് ഗോപി. ഗുരുവായൂരിൽ ഗൃഹനാഥൻ ജീവനൊടുക്കിയ സംഭവം. ആരോപണ വിധേയനായ കൗൺസിലറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് UDF അംഗങ്ങൾ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പെർമിറ്റ് ലംഘിച്ചും മോട്ടോർ വാഹന വകുപ്പിന്റെ താക്കീത് മറികടന്നും വെല്ലുവിളിക്കും വിധം തൃശൂരിൽ ഒരു വിഭാഗം സ്വകാര്യ ബസ്സുകളുടെ സർവീസ്. പരിശോധന കർശനമാക്കി RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം.
ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.